ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു പേപ്പർ വേണം, ടേപ്പ് വേണം, സിസേഴ്സ് വേണം, പിന്നെ സ്കെച്ച് പെൻസും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രോയിങ് വരയ്ക്കണം. ഇഷ്ടമുള്ള ഡ്രോയിങ് വരയ്ക്കാം. അപ്പോൾ ഞാൻ വരച്ചിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ട്. ഹാഫ് പേജിലാണ് വരച്ചത്. ഹാഫ് പേജ് നമുക്ക് വേറെ യൂസ് ആകും. അപ്പം ഇനി നമുക്കിത് കളർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കെച്ച് പെൻ വെച്ചാണ് കളർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് നിങ്ങൾക്ക് കളർ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കളർ ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ഡ്രോയിങ്സ്. അപ്പം നിങ്ങൾക്ക് ഡ്രോയിങ് ഇഷ്ടപ്പെട്ടോ? എല്ലാം നല്ല ഡ്രോയിങ് ആയിരിക്കും. അപ്പം ഞാൻ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാഫ് പാർട്ട് മാറ്റി വെച്ചില്ലേ, അത് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇനി നമ്മൾ വരച്ച ഡ്രോയിങ്സൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം 6 ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഡ്രോയിങ്ങിൽ ഇച്ചിരി ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്യണം. അത് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രോയിങ് കാണാം. ഈ ഡ്രോയിങ്ങിൽ ബ്ലാക്ക് സ്കെച്ച് വെച്ചുള്ളതാണ് ആ ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗം. അപ്പോൾ അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് വൈറ്റ് കാണാം. ആ വൈറ്റ് പേപ്പറാണ് ഞാൻ ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഡ്രോയിങ്സും ഞാൻ ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ഒക്കെ കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. എല്ലാ ഡ്രോയിങ്സും ഞാൻ ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹാഫ് പേപ്പറിൻ്റെ യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഹാഫ് കട്ട് ചെയ്ത പേപ്പറിലോട്ട് വെക്കണം. ഓക്കെ, അപ്പം ഞാൻ എല്ലാ ഡ്രോയിങ്സും ഹാഫ് പേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ടേപ്പ് ഒട്ടിക്കണം. അത് കഴിഞ്ഞ് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ടേപ്പ് ഒട്ടിച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇച്ചിരി ഗ്യാപ്പ് വിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറയാം ഞാൻ ഗ്യാപ്പ് വിടാൻ എന്തിനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 6 സ്റ്റിക്കേഴ്സ് റെഡിയാണ്. അപ്പം ഞാൻ ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത് നോർമലി കട്ട് ചെയ്യുമ്പോൾ അത് കാണാനും നല്ല രസമുണ്ടായിരിക്കും. പിന്നെ ടേപ്പ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം ടേപ്പ് വെച്ചാണ് ആ സ്റ്റിക്കർ ഒട്ടുന്നത്. ടേപ്പ് വെച്ചാണെങ്കിലും അത് കാണാൻ നല്ലതായിരിക്കും. ഇനി ഞാൻ അത് അതിനകത്തുനിന്ന് ഒരെണ്ണം ഒട്ടിച്ച് കാണിക്കാം. അപ്പം ഞാൻ ആപ്പിൾ ഒട്ടിച്ച് കാണിക്കാം. ആപ്പിൾ ഈ കുടുക്കയിൽ ഞാനിത് ഒട്ടിച്ച് കാണിക്കാം. അപ്പോൾ ഒട്ടിച്ചിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഒട്ടിക്കുന്നതെന്നും കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ സൈഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പേപ്പർ പിടിച്ച് വലിച്ചാൽ മതി. അല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശക്തിക്ക് ചെയ്യുമ്പോൾ ചില സൈഡൊക്കെ ഇത് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അത് പിടിച്ച് വലിച്ചാലും മതി. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കാലത്തേക്ക് കുറേ ദിവസം യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതങ്ങനെ ചെയ്താൽ ഇറങ്ങി വരാൻ പാടാണ്. അപ്പം അതിൻ്റെ നടുക്ക് ഇച്ചിരി നഖം വെച്ച് മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ ചുറ്റും മുറിച്ചെടുത്താൽ മതി. ഇത് മുറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഒട്ടിക്കും. അപ്പോൾ എവിടെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പം ഞാൻ ഇവിടെ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഇരിക്കുമെന്ന് കാണാം.
കാണിച്ചു തരാം. നിങ്ങൾ എത്ര നല്ല ഡ്രോയിങ് ഉണ്ടാക്കും അത്രയും നല്ല സ്റ്റിക്കറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. വീട്ടിൽ തന്നെ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലുണ്ടാക്കുന്നവർക്ക് വീട്ടിലുണ്ടാക്കാം, കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ കടയിൽ നിന്നും വാങ്ങിക്കാം. അപ്പം അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യണം. ബൈ.